കുപ്പികളും ഗ്ലാസുകളും പ്ലാസ്റ്റിക്കുകളുമൊക്കെ റീസൈക്കിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് കാറുകളൊക്കെ റീസൈക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ മാത്രം വർഷം തോറും 1,20,00,000-ലധികം വാഹനങ്ങളാണ് ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നത്. പ്രധാനമായും അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ കാർ റീസൈക്ലിംഗ് പ്രോസസ്സുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവ നമ്മുടെ ഇന്ത്യയിലും നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അവസാനം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ശരാശരി ഒരു വാഹനത്തിൻ്റെ ഭാരത്തിൻ്റെ 75%, അതായത് സ്റ്റീൽ, അലൂമിനിയം മുതൽ ഗ്ലാസും പ്ലാസ്റ്റിക്കും വരെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും എന്നതാണ് സത്യം. ഇതിൻ്റെ ഫലമായി കോടിക്കണക്കിന് ടൺ സാധനങ്ങളാണ് ഓരോ വർഷവും റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിനായി ഒരു വാഹനത്തിൻ്റെ എക്സ്പയറി അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് എത്തിക്കഴിഞ്ഞാൽ അത് ആദ്യം റീസൈക്ലിംഗ് പ്ലാന്റിലെ ഇൻടേക്ക് ഏരിയയിൽ എത്തിക്കുന്നു. അവിടെയുള്ള ടെക്നീഷ്യന്മാർ വണ്ടിയുടെ നമ്പർ, എഞ്ചിൻ നമ്പർ, മാനുഫാക്ചറിംഗ് ഇയർ, കണ്ടീഷൻ മറ്റുമെല്ലാം നോക്കി നോട്ട് ചെയ്യുന്നു. തുടർന്ന് അവർ കാറിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു ട്രാക്കിംഗ് കോഡും നൽകി വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യും. ഇത് വണ്ടി പിന്നീട് ട്രാക്ക് ചെയ്യാൻ മാത്രമല്ല, ആ കാറിൽ നിന്ന് ഇനി എന്തൊക്കെ റീസൈക്കിൾ ചെയ്യാം എന്ന് കണക്കുകൂട്ടാനും സഹായിക്കും. പ്രധാനമായും എൻജിൻ, ഗിയർ ബോക്സ്, ഇലക്ട്രോണിക്സ്, ഉള്ളിലെ പാർട്സുകൾ എന്നിവയാണ് അവർ ആദ്യം പരിശോധിക്കുക. നല്ല പാർട്സുകൾ അഴിച്ചുമാറ്റി സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് വിൽക്കാനയക്കും. എന്നാൽ നല്ലതുപോലെ ഡാമേജായ വാഹനങ്ങൾ നേരെ ഡിസ്മാൻഡ്ലിംഗ് പ്രോസസ്സിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ഈ പണികളെല്ലാം കഴിഞ്ഞാൽ കാറുകൾ യാർഡിൽ നിരനിരയായി ക്രമീകരിച്ച് പ്രോസസ്സിംഗ് ലൈനിലേക്ക് കയറ്റാൻ റെഡിയാക്കി വെക്കുന്നു. അമേരിക്കയിൽ 95%-ലധികം വാഹനങ്ങളും ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നതും കാറുകളാണ്. ഈ കൃത്യമായ പ്ലാനിംഗ് കാരണം ഓരോ കാറിൽ നിന്നും പരമാവധി ലാഭമുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു. ചെക്കിംഗ് കഴിഞ്ഞാൽ വാഹനങ്ങൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ആദ്യം ചെയ്യുക ബാറ്ററി ഊരി മാറ്റുന്നതാണ്. കാരണം അതാണ് ഏറ്റവും വലിയ അപകടകാരി. സാധാരണ പെട്രോൾ, ഡീസൽ കാറുകളിലെ ലെഡ് ആസിഡ് ബാറ്ററികൾ വേഗം മാറ്റും. ഇതിലെ ലെഡും പ്ലാസ്റ്റിക്കും ആസിഡുമൊക്കെ പുതിയ ബാറ്ററികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്നതിനാൽ ഇതിന് 98% റീസൈക്ലിംഗ് റേറ്റ് ഉണ്ട്. എന്നാൽ ഹൈബ്രിഡ്, ഇലക്ട്രിക് വാഹനങ്ങളിലെ വലിയ ലിഥിയം അയോൺ ബാറ്ററികൾ മാറ്റാൻ വളരെ കർശനമായ രീതികളുണ്ട്. ഇലക്ട്രിക്കൽ കാര്യങ്ങളെല്ലാം മാറ്റിയാൽ മാത്രമേ വണ്ടി അടുത്ത പ്രോസസ്സിന് റെഡിയാവുകയുള്ളൂ. അതിനു മുൻപായി നമ്മുടെ വീഡിയോകൾ കാണുന്ന 90%-ഓളം ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സുകൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ എനിക്ക് തരുന്ന വലിയ സപ്പോർട്ടായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ വാഹനം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി അതിലെ ഓയിലും വെള്ളവുമൊക്കെ വലിച്ചെടുക്കും. ഇതിനെ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നു. പെട്രോൾ, എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ്, AC ഗ്യാസ് എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഒരു മെഷീൻ ഉപയോഗിച്ച് ടാങ്കിൽ തുളയിട്ട് ഹൈ പ്രഷർ വാക്വം പമ്പ് വഴി ഇതൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഒരു പഴയ കാറിൽ പലപ്പോഴും ഇന്ധനവും ഓയിലുമൊക്കെ ബാലൻസ് ഉണ്ടാകും. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തീപിടുത്തമോ മലിനീകരണമോ ഉണ്ടായേക്കാം. അതിനാൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഇതൊക്കെ വലിച്ചെടുത്ത് ടാങ്കുകളിലേക്ക് മാറ്റുന്നു. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നും വെറുതെ കളയില്ല എന്നുള്ളതാണ്. ഇവ ഫിൽട്ടർ ചെയ്ത് പ്ലാന്റിലെ മെഷീനുകൾ ഓടിക്കാൻ തന്നെ അവർ ഉപയോഗിക്കും. ബാക്കിയുള്ളവ അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ച് അവരുടെ എനർജി ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ പ്രോസസ്സുകളെല്ലാം വളരെ സുരക്ഷിതമായാണ് അവിടെ നടക്കുന്നത്. ഇനി വാഹനത്തിലെ വലിയ പാർട്സുകൾ അഴിക്കുന്ന ഘട്ടമാണ്. അതിനായി ആദ്യം ടയറുകൾ ഊരിമാറ്റുന്നു. ടയറുകൾ മണ്ണിൽ അലിഞ്ഞു ചേരാൻ കുറെ കാലമെടുക്കുന്നതിനാൽ തന്നെ അവ പൊടിച്ച് റോഡ് പണിയാനും പ്ലേഗ്രൗണ്ടുകൾക്കും മറ്റും ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ വാഹനത്തിൻ്റെ ഗ്ലാസുകൾ പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് മുറിച്ചെടുക്കും. ഇതിലെ ഗ്ലാസും ഉള്ളിലെ പ്ലാസ്റ്റിക് ലെയറുമൊക്കെ സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയലുകൾക്കായി മാറ്റിവെക്കുകയാണ് ചെയ്യുക. പിന്നെ ഡോറുകൾ അഴിക്കുന്നു. അതിലെ സ്റ്റീലും അലൂമിനിയവുമൊക്കെ വേർതിരിക്കുകയും ഉള്ളിലെ വയറുകളിൽ നിന്ന് കോപ്പറും മാറ്റിയെടുക്കും. അങ്ങനെ വാഹനത്തിൻ്റെ ഉള്ളിലെ സീറ്റുകൾ, ഡാഷ്ബോർഡ്, കാർപ്പറ്റ് എന്നിവയെല്ലാം അഴിച്ച് പ്ലാസ്റ്റിക്കും തുണിയുമൊക്കെ വേർതിരിച്ചെടുക്കുന്നു. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനും ട്രാൻസ്മിഷനും മാറ്റുകയാണ് ചെയ്യുക. ചിലത് നന്നാക്കി വീണ്ടും വിൽക്കാറുണ്ട്. അല്ലാത്തവ ഒരുക്കി മെറ്റലെടുക്കാൻ മാറ്റുന്നു. ഇത്രയും കഴിയുമ്പോൾ വണ്ടിയുടെ ബോഡി ക്രഷ് ചെയ്യാൻ പാകത്തിലായിട്ടുണ്ടാകും. കാറ് ക്രഷറിലേക്ക് ഇടുന്നതിന് മുൻപ് അനാവശ്യമായ പ്ലാസ്റ്റിക്കും പൈപ്പുകളും വയറുകളുമൊക്കെ നീക്കം ചെയ്യണം. ഇതിനായി വലിയ മെക്കാനിക്കൽ ഹൈഡ്രോളിക് ഷിയേഴ്സ് ഉപയോഗിച്ച് വണ്ടിയെ പീസുകളാക്കി മാറ്റുന്നു.
കത്രിക കൊണ്ട് മുറിക്കുന്നത് പോലെ മിനിറ്റുകൾക്കുള്ളിൽ ഈ മെഷീൻ വാഹനത്തിൻ്റെ അനാവശ്യ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഉരുക്കാൻ പോകുന്ന മെറ്റലിൽ മാലിന്യങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാം. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പണിയാണ്. മിനിറ്റുകൾക്കുള്ളിൽ വണ്ടി ഒരു വെറും സ്റ്റീൽ കൂട് മാത്രമായി മാറിയിട്ടുണ്ടാകും. വൃത്തിയാക്കിയ ഈ സ്റ്റീൽ കൂട് പിന്നീട് വലിയൊരു ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് വെക്കുന്നു. ഏകദേശം 200 ടൺ പ്രഷറിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു വലിയ കാർ ഒരു ചെറിയ മെറ്റൽ പീസായി മാറുകയാണ് ചെയ്യുക. ഇതിനെ പല രീതിയിൽ ചെയ്യാം. ബെയിലർ ഉപയോഗിച്ച് ചതുരക്കട്ടകളാക്കാം. ഇത് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റനർ ഉപയോഗിച്ച് പരത്തിയെടുക്കും. ഇതിന് ചിലവ് കുറവാണ്. വേറെ ചില മെഷീനുകൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളായി വെട്ടിമുറിക്കും. പേര് പലതാണെങ്കിലും ലക്ഷ്യമൊന്നാണ്: വലിയൊരു വാഹനത്തെ കൊണ്ടുപോകാൻ എളുപ്പമുള്ള ഒരു മെറ്റൽ കഷ്ണമാക്കി മാറ്റുക എന്നുള്ളത്. ഈ മെറ്റൽ പീസുകൾ പിന്നീട് ഒരു വലിയ ഷ്രെഡറിലേക്ക് ഇട്ടുകൊടുക്കും. വലിയ പല്ലുകളുള്ള ഈ മെഷീൻ സെക്കൻഡുകൾക്കുള്ളിൽ മെറ്റലിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഭയങ്കരമായ ശബ്ദത്തോടെ അവ പൊടിപൊടിയായി മാറും. 1 മണിക്കൂറിൽ 180 ടൺ സ്റ്റീൽ വരെ പൊടിക്കാൻ ഈ മെഷീനിന് കഴിയും. ഇതിനുശേഷം കാന്തങ്ങൾ ഉപയോഗിച്ച് സ്റ്റീൽ മാത്രം വേർതിരിച്ചെടുക്കുന്നു. അലൂമിനിയവും കോപ്പറുമൊക്കെ വേറെ മെഷീനുകൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. പ്ലാസ്റ്റിക്കും റബ്ബറുമൊക്കെ ഒഴിവാക്കി കളയും. ഇങ്ങനെ കിട്ടുന്ന സ്റ്റീൽ ബെയിലുകൾ പിന്നീട് വലിയൊരു ചൂളയിലേക്ക് അഥവാ ഇലക്ട്രിക് ആർക്ക് ഫർണസിലേക്ക് മാറ്റുന്നു. ഇവിടെ വെച്ച് ഹൈ പവർ കറണ്ട് ഉപയോഗിച്ച് 1600 ഡിഗ്രി സെൽഷ്യസിലധികം ചൂടിൽ ഈ സ്റ്റീൽ ഉരുക്കി ദ്രാവകമാക്കും. തുടർന്ന് ഇതിലെ അഴുക്കുകൾ മാറ്റി നല്ല ശുദ്ധമായ സ്റ്റീലാക്കി മാറ്റുന്നു. അവിടെയുള്ള സെൻസറുകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടാകും. അപ്പോഴേക്കും അത്രയും നേരം കണ്ട ആ പഴയ കാർ പാർട്സുകൾ ഇപ്പോൾ തിളയ്ക്കുന്ന ഒരു സ്റ്റീൽ ദ്രാവകമായി മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ ഉരുകിയ സ്റ്റീൽ ഉടനെ തന്നെ വലിയ കട്ടകളാക്കി അഥവാ ബില്ലറ്റ്സുകളാക്കി മാറ്റുന്നു. ഇത് തണുപ്പിച്ച് എടുക്കുമ്പോൾ വലിയ ചതുരക്കട്ടകളായി മാറുന്നു. അങ്ങനെ ഓരോ ബില്ലറ്റ്സും കൃത്യമായി അളന്ന് മുറിക്കും. ഇവിടെ നിന്നാണ് ആ സ്റ്റീലിൻ്റെ പുതിയ യാത്ര ആരംഭിക്കുന്നത്. ഈ സ്റ്റീൽ കട്ടകൾ പിന്നീട് റോളിംഗ് മില്ലിലേക്ക് കടത്തിവിടുന്നു. അവിടെ വെച്ച് വലിയ റോളറുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നേർത്ത ഷീറ്റുകളോ കമ്പികളോ ഒക്കെയായി മാറുന്നു. മെഷീനുകളും സെൻസറുകളും ഇതിൻ്റെ അളവുകൾ കൃത്യമാണോ എന്ന് എപ്പോഴും നോക്കുന്നുണ്ടാകും. ഈ ഷീറ്റുകൾ പിന്നീട് വെള്ളമൊഴിച്ച് തണുപ്പിക്കും. എല്ലാം ഓക്കെയാണെങ്കിൽ സ്റ്റാമ്പ് അടിച്ച് ഇത് സ്റ്റോർ റൂമിലേക്ക് മാറ്റുന്നു. ഇങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ കാറുകൾ റീസൈക്കിൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മെത്തേഡുകൾ നമ്മുടെ ഇന്ത്യയിലും വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.